ഇപ്പോൾ വിജയ് സേതുപതി ആയിക്കോട്ടെ, ദീപിക പദുകോൺ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിൽ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങി. ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ് എന്നുള്ള രീതിയിലേക്ക്. നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞാലും വേണ്ടില്ല, നമ്മൾ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിൽ ഓൾവേസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവറി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് നമ്മളുടെ ഡെസ്റ്റിനിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ശീലത്തിനെ നമ്മൾ അനലൈസ് ചെയ്താൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നതിന് ഉള്ളിൽ ഈ തരത്തിൽ എന്തൊക്കെ ഹാബിറ്റുകൾ, ശീലങ്ങൾ, റിച്വൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ് ആവുക. അവൻ അല്ലെങ്കിൽ അവള് ഒരു ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു പോകുന്ന സമയത്ത് ആ പറയുന്ന പണം വന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാത്തതിനെ കൊണ്ടാണ് അവൻ തട്ടി തടഞ്ഞ് വീണ് നിരങ്ങി കുഴിയിൽ ചാടി തിരിച്ചു വന്നിട്ട് പഠിക്കുന്നത്. നമ്മൾക്ക് എന്താണോ വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക. കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഇല്ല, കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ല. ഇതൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം മാത്രമാ. കുറച്ച് കാലം ഓടും, എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. എന്നിട്ട് ഇതൊന്നുമില്ലാതെ അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അതിന്റെ പിന്നാലെ കുറച്ച് ഓടും, അവിടെ അതും അവസാനിപ്പിക്കും. എന്നിട്ട് പിന്നാലെ അടുത്ത ഇതും ഹാർഡ് വർക്കാ. അവരവരുടെ ഡെസ്റ്റിനി റീച്ച് ചെയ്യുന്നില്ല. ഈ മേജർ തോട്ട് എന്താണോ അതാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇപ്പോൾ വിജയ് സേതുപതി ആയിക്കോട്ടെ, ദീപിക പദുകോൺ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിൽ നമ്മൾ കാണാൻ വേണ്ടി തുടങ്ങി. ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ് എന്നുള്ള രീതിയിലേക്ക്. ആക്ച്വലി ഇത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ അറിഞ്ഞാലും വേണ്ടില്ല, നമ്മൾ ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിൽ ഓൾവേസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവറി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് നമ്മളുടെ ഡെസ്റ്റിനിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിന്തയുടെ റിപ്പീറ്റഡ് തോട്ട് പ്രോസസ്സ് ഡെസ്റ്റിനി ആയിട്ട് വരും. പക്ഷേ നമ്മളുടെ ആഗ്രഹം ഒന്നായിരിക്കും, നമ്മളുടെ ഒരു 95% തോട്ട് പ്രോസസ്സും വേറൊരു രീതിയിലേക്കായിരിക്കും. നമ്മളൊരു ജനിക്കുന്ന സമയത്ത് ഒരു കാലിപാത്രമാണ്. നമ്മൾ പാരൻസ് തൊട്ടിട്ട്, നമ്മളെ നൈബേഴ്സ് തൊട്ടിട്ട്, നമ്മളുടെ സുഹൃത്തുക്കൾ തൊട്ടിട്ട്, നമ്മളുടെ ടീച്ചേഴ്സ് തൊട്ടിട്ട് എല്ലാവരും നമ്മളിലേക്ക് പല പല തരത്തിലുള്ള ഇൻഫർമേഷൻസും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിന്റിങ്സ് ആയി മാറുന്നു. പല പല ട്രോമാസ് പല ആളുകൾക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പ്രിന്റിങ്സ് ആയിട്ട് വരുന്നു. ഈ ട്രോമാസ് എന്നൊക്കെ പറയുന്ന സമയത്ത് പീഡനം ലഭിക്കണമെന്നൊന്നുമില്ല, വലിയ പീഡനം ലഭിക്കണമെന്നൊന്നുമില്ല. ഒരു ടീച്ചർ വന്നിട്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് ചുമ്മാ കളിയാക്കിയാൽ മതി, അത് നമ്മളുടെ ഉള്ളിൽ ഒരു ട്രോമയായിട്ട് നിൽക്കും. ഇതടക്കം നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ സ്ട്രോങ് പ്രിന്റിങ്സ് ആയിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾക്ക് എന്താണോ വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക. പല ആളുകളും ക്ലാരിറ്റി ഇല്ല. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഇല്ല, കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമില്ല. ഇതൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടം മാത്രമാ. കുറച്ച് കാലം ഓടും, എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. എന്നിട്ട് ഇതൊന്നുമില്ലാതെ അടുത്ത സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അതിന്റെ പിന്നാലെ കുറച്ച് ഓടും, അവിടെ അതും അവസാനിപ്പിക്കും. എന്നിട്ട് പിന്നാലെ അടുത്ത ഇതും ഹാർഡ് വർക്കാ. അവരവരുടെ ഡെസ്റ്റിനി റീച്ച് ചെയ്യുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒരു കൂട്ടം അസോസിയേഷനിലാണ്. 95% ആളുകളും ഒരു നെഗറ്റീവ് രീതിയിലാണ് അവരുടെ തോട്ടിനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു നിർഭാഗ്യവശാലുള്ളൊരു കാര്യമാണത്. ആ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഈ സോക്കോൾഡ് അസോസിയേഷനിൽ നിന്നും നമ്മളിലേക്ക്, നമ്മളെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും, നമ്മളുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇതിൽ കൂടെ തൊലി, ഇതിൽ കൂടെയൊക്കെ നമ്മൾ പല ഇൻഫർമേഷൻസും നമ്മളുടെ ബ്രെയിനിലേക്ക് വരുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ബ്രെയിനിലെ സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ്, ഇതിൽ പ്രിന്റിങ്സ്, സ്ട്രോങ് പ്രിന്റിങ്സ് വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന ഇൻഫർമേഷനിലൂടെ. ഈ ഇൻഫർമേഷൻ വരുന്നത് നമ്മുടെ അസോസിയേഷനിലൂടെയാണ്, നമ്മൾ കാണുന്നതിലൂടെയാണ്, നമ്മൾ കേൾക്കുന്നതിലൂടെയാണ്, നമ്മൾ ടച്ച് ചെയ്യുന്നതിലൂടെയാണ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഇത് കൃത്യമായിട്ട് വരുന്നതിനനുസരിച്ച് ഈ പ്രിന്റിങ്സ് വരുന്നു. ഈ പ്രിന്റിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മേജർ തോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹം ഒന്നായിരിക്കും, നമ്മുടെ മേജർ തോട്ട് ഒന്നായിരിക്കും. ഈ മേജർ തോട്ട് എന്താണോ അതാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ജോജു അല്ലേ. പല സ്ഥലങ്ങളിലും പോയിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകളടക്കം സെറ്റിലായി, ഞാൻ എപ്പോഴും ഒന്നുമില്ല എന്ന് നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നടക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി
അവിടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് അഭിനയം അറിയില്ല എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് പോലും ഇപ്പം ഡയറക്റ്റ് ചെയ്തു ഒരു നല്ല ഏറ്റവും വലിയൊരു ഫിലിം, കേരളം കണ്ടതിൽ വെച്ച് ഒരു വലിയൊരു ഫിലിമിൻ്റെ ഡയറക്ടറായി അറിയപ്പെടുന്ന മെയിൻ സ്ട്രീം ആക്ടറായി. എങ്ങനെയാണ് ഈ പറയുന്ന ലക്ഷ്യം, അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ്, അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം. അവൻ അല്ലെങ്കിൽ അവൾ ഒരു ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു പോകുന്ന സമയത്ത് ആ പറയുന്ന പണം വന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാത്തതിനെ കൊണ്ടാണ് അവൻ തട്ടി തടഞ്ഞ് വീണ് നിരങ്ങി കുഴിയിൽ ചാടി തിരിച്ചു വന്നിട്ട് പഠിക്കുന്നത്. ഇത് ആദ്യം പഠിപ്പിച്ചാൽ, ഒരു കുട്ടിയെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ പഠിപ്പിച്ചാൽ, പോസിറ്റീവ് തോട്ട് പ്രോസസ്സിനെ കുറിച്ച് പഠിപ്പിച്ചാൽ, എത്ര കുട്ടികൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു നല്ല ശക്തമായ ശരീരം കിട്ടണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് നമ്മൾ കൊടുക്കണം, നല്ല ശരീരം കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് കൃത്യമായിട്ട് നമ്മളുടെ ആളുകളിലേക്ക് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിലൂടെ എത്ര ആളുകളിലേക്ക് എത്തിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ അപ്രോക്സിമേറ്റ്ലി ഒരു മാസത്തിൽ ഒരു 3000-ഓളം ആളുകൾ വന്നു പോകുന്നുണ്ട്. ഈ ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ആ 3000 ആളുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഉബറിൽ കയറി, ടാക്സി ഡ്രൈവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ് എടുക്കുന്ന? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഫോളോവറാണ് കേട്ടോ. പുള്ളി പറഞ്ഞതാ, എനിക്കൊരു ദിവസം ഭയങ്കരമായിട്ട് ഞാൻ ഡെസ്പറേറ്റായിട്ട് നിൽക്കുകയാണ്, എനിക്ക് എന്തോ ഒരു പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ട്, എവിടെ എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തി, അവിടെ നിന്ന് ഒരിക്കലും ട്രിപ്പ് പിന്നെ തിരിച്ച് കിട്ടില്ല, ഞാൻ കണ്ണടച്ച് അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഒരു ഡയറി എടുത്ത് വെച്ചിട്ട് കാണിച്ചു തന്നത്, നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഡയറി കാണിച്ചു തന്നു എനിക്ക്. എന്നിട്ട് പുള്ളി പറഞ്ഞതാണ്, ഞാൻ കണ്ണടച്ചിരുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് ട്രിപ്പ് കിട്ടാത്തതാണ്, എനിക്ക് കിട്ടി. വളരെ മൈന്യൂട്ടായിട്ട് പുള്ളിയുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് വലിയ സന്തോഷമാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകളിലേക്ക് ഈ പറയുന്ന കണ്ടന്റ് റീച്ച് ആകുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത് പഠിക്കുക, എല്ലാവരും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ സുഗമമായിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഈസിലി എത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മളുടെ രാവിലെ എണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള ശീലത്തിനെ നമ്മൾ അനലൈസ് ചെയ്താൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ 6 മണിക്ക് എണീക്കണം, 5:30 അലാം വെച്ചു, 5:30 അലാം അടിച്ചു, നമ്മൾ സ്നൂസ് ചെയ്തു, 5:35 അലാം അടിച്ചു, നമ്മൾ സ്നൂസ് ചെയ്തു, 5:40 അലാം. ഇത് എന്തിനാ ഈ 6 മണിക്ക് എണീക്കേണ്ടവൻ 6 മണിക്ക് അല്ലാതെ 5:30 അലാം വെക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ രാവിലെ ഈ 5:30 മുതൽ 6 മണി, വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് സമയമാണെന്നുണ്ടെങ്കിലും ഈ സമയത്തിനുള്ളിൽ എന്തിനാ ഇത്രയും സ്നൂസ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഓരോ സ്നൂസിങ്ങിലും ഫെയിലിയർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ശീലം ഫെയിലിയർ രജിസ്റ്റർ ചെയ്യും. ഒരു ജീവിതം നമ്മൾ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന അന്ന് തന്നെ നമ്മൾ 10ഓളം ഫെയിലിയർ രജിസ്റ്റർ ചെയ്യുക. ഇയാൾ പുറത്ത് പോയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് 1 കോടി രൂപ വരണം. സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഉള്ളിൽ നിന്ന് പറയാണ്, പോയ ആദ്യം കൃത്യമായിട്ടുള്ള സമയത്തൊന്ന് എണീക്കാൻ നോക്കണേ. മനസ്സിലായില്ലേ? അപ്പം ആ മൈന്യൂട്ട് ഏരിയയിൽ ഇപ്പം ജപ്പാൻകാരുടെയും മോങ്കുകളുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അവർ രാവിലെ എണീക്കുന്ന സമയത്ത് അവരുടെ ബെഡ് റീഅറേഞ്ച് ചെയ്തിട്ടാണ് എണീക്കുക. നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മളെ ബെഡ്ഷീറ്റ് മഞ്ചോ ചിഞ്ചോ നോക്കുകയായിരിക്കും. മെജോറിറ്റി ആളുകളുടെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെപ്പൽ പ്രോപ്പർ പ്ലേസിലാണോ വെക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഷോസ് എ പേഴ്സന്റെ ക്യാരക്ടർ എന്താണെന്നോ. ആ ക്യാരക്ടറിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈന്യൂട്ട് ഹാബിറ്റ്സ് നമ്മൾ രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി കിടന്നുറങ്ങുന്നതിന് ഉള്ളിൽ ഈ തരത്തിൽ എന്തൊക്കെ ഹാബിറ്റുകൾ, ശീലങ്ങൾ, റിച്വൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ് ആവുക. ഇത് വളരെ വേസ്റ്റ് സിറ്റുവേഷനിൽ ആണ് ഒരാളിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ തീരുമാനിക്കുക, ഞാൻ 5:30 6 മണിക്ക് എനിക്ക് എണീക്കണം, അതിനുകൊണ്ട് ഞാൻ 5:30 അലാം വയ്ക്കൂല എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാൻ 6 മണിക്ക് അലാം വയ്ക്കുന്നു, 5:30 അലാം വയ്ക്കുന്നു ഒഴിവാക്കി 6 മണിക്ക് അലാം വയ്ക്കുന്നു, സഡൻലി ഞാൻ എണീക്കുന്നു എന്ന് തീരുമാനിക്കുക.
ബെഡിന് കാന്തത്തിന്റെ ബലമായിരിക്കും ആ സമയത്ത് ഏറ്റവും കൂടുതൽ. ഒന്നും കൂടി പുതപ്പ് വലിച്ചിട്ടിട്ട് കിടക്കാൻ നമുക്ക് തോന്നുന്ന സമയമായിരിക്കും അപ്പോൾ. ഓക്കെ, പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ എണീക്കാൻ വേണ്ടി മൈന്യൂട്ടായിട്ട് ചേഞ്ച് വരുത്തുക. ഇങ്ങനത്തെ ഏരിയാസിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിന് പോകുന്ന ഒരാൾ ഒരു വർക്കൗട്ടിന് ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ 5 മിനിറ്റ് വീട്ടിൽ നിന്നൊന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അത് തൊട്ടടുത്ത ദിവസം 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യാം. ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് ആക്കുക. അപ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ തോന്നുന്നു ഇത് എന്തോന്ന് ചെങ്ങാതി ചെയ്യുന്നത്, ഇതിങ്ങനെ അറിയാതെ നമ്മളുടെ ശീലമായിട്ട് ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു 30 മിനിറ്റ്സ് ആവുന്ന സമയത്ത് ഉറപ്പായി ഇത് ചെയ്യുന്നുണ്ട്, അപ്പോൾ പോയിട്ട് ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയേ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പല ആളുകളും ഇങ്ങനെയല്ല ചെയ്യുക. എനിക്ക് ഇൻവെസ്റ്റർ ആകണം, ഞാൻ 1 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടെന്നേ. നമ്മളുടെ ഈ ക്യാരക്ടറിൽ മാരുതി കാറും ഹോണ്ട സിറ്റിയും സ്കൂട്ടറും ഒരു 1 BHK വീടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയർന്നാൽ അവിടെ കുറച്ചുകൂടി ഉയർന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റോൾസ് റോയ്സിലേക്ക് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, റോൾസ് റോയ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിയേ രക്ഷയുള്ളൂ. പെട്ടെന്ന് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോയാൽ ഇത് റിജക്റ്റ് ചെയ്യും. സ്ലോലി സമയമെടുത്ത് നമ്മൾ നമ്മുടെ ശീലങ്ങളെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കണ്ടില്ലേ മാനിഫെസ്റ്റേഷൻ ഏറ്റവും, ഞാൻ എല്ലാവരോടും എൻ്റെ സെഷനിലൊക്കെ പറയുന്ന ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലാലേട്ടൻ പറയുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കാറില്ല, വളരെ ശാന്ത സ്വഭാവക്കാരനായിട്ട് പറയും. കൂടുതലായിട്ട് ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടും. ഈ പറയുന്ന ഫ്രീക്വൻസി തന്നെ റിലാക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചിന്തിച്ചാലും എനിക്കത് കിട്ടും എന്ന് പറയുന്ന തരത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.